പൊതുവെ ആളുകൾക്ക് നല്ല കാഴ്ചപ്പാടാണ്. അദ്ദേഹം നല്ല മന്ത്രിയാണ്, നല്ല നേതാവാണ്, നല്ല മാർക്സിസ്റ്റാണ്, നന്നായി രാഷ്ട്രീയം പറയുന്ന ആളാണ് എന്നൊക്കെയുള്ള അഭിപ്രായമുള്ളപ്പോഴും അദ്ദേഹം ഇപ്പോൾ വെച്ച് പുലർത്തുന്ന വളരെ സില്ലി താല്പര്യങ്ങളെ നാം വിമർശിക്കാതിരുന്നുകൂടാ എന്നാണ് ഞാൻ പറയുക. അദ്ദേഹം 40 കൊല്ലക്കാലം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന വലിയ ഒരു അധികായനെ പോലെ ആലപ്പുഴയിൽ വാണിരുന്ന ഒരാൾ, 2 തവണ മന്ത്രിയായിരുന്ന ഒരാൾ, വലിയ തോതിലുള്ള ആനുകൂല്യം എന്ന് വെച്ചാൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പാർട്ടി അദ്ദേഹത്തെ റിവാർഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പാർട്ടി ഇവരെല്ലാവരും മാറി നിൽക്കട്ടെ, പുതിയൊരു നിര വരട്ടെ എന്ന തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ആ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ തീരുമാനം ഉൾക്കൊണ്ട ആളുകൾ വേറെയും ഇവിടെ ഉണ്ട്. ഒറ്റയടിക്ക് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി അപ്പുറത്ത് നിർത്തിപ്പെട്ടുള്ള EP ജയരാജനെ പോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. മട്ടന്നൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ട് പേരാവൂരിൽ പോവേണ്ടി വന്ന KK ശൈലജ ഇവിടെ ഉണ്ട്. പക്ഷേ G സുധാകരന് മാത്രം അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി മത്സരിക്കണമെന്ന ആഗ്രഹം. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ്? പാർട്ടി എന്തോ വലതുപക്ഷ വ്യതിയാനത്തിന്റെ വഴിയെ പോകുന്നു എന്നതാണോ? അല്ല, അദ്ദേഹം എപ്പോഴെങ്കിലും അത് പ്രകടമാക്കിയിട്ടേ ഇല്ല. അദ്ദേഹം കഴിഞ്ഞ അഭിമുഖത്തിൽ നമ്മളോട് പറഞ്ഞത് മൂന്നാമതും ഒരിക്കൽ കൂടി സർക്കാർ വരുന്നത് തെറ്റാണ് എന്ന് ഈ സാഹിത്യകാരന്മാർ പറയുന്നു. അത് ശരിയല്ല എന്ന് അദ്ദേഹം മാർക്സിസ്റ്റ് സൈദ്ധാന്തികതയും ചരിത്രവും പറഞ്ഞുകൊണ്ട് ഉദാഹരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ അദ്ദേഹത്തിന് സർക്കാർ തുടരണമെന്ന് ആഗ്രഹമുണ്ട്. സർക്കാർ കുഴപ്പമാണെന്ന അഭിപ്രായം അദ്ദേഹത്തിനില്ല. സർക്കാർ വലതുവൽക്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ പാർട്ടിക്ക് അതിനുള്ള കുഴപ്പം പറ്റിയെന്നുള്ള സൈദ്ധാന്തിക വിമർശനം ഒന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ കാല് വയ്യാതെ കിടക്കുമ്പോഴും കാണാൻ പോയ നേതാക്കളോട് അടുത്ത ഒരു തവണ കൂടി മത്സരിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആഗ്രഹമാണ്. ആ വ്യക്തിപരമായ ആഗ്രഹത്തെ തൽക്കാലം കൈകാര്യം ചെയ്യാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. അതിൽ അദ്ദേഹം ഉടക്കി. കോർ ഇഷ്യൂ എന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് ഏത് വലിയ രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എണ്ണപ്പെട്ട ആൾക്കാരിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുക അവിടെ, എന്നിട്ട് കോൺഗ്രസിന്റെ പിന്തുണ നേടുക എന്ന് വെച്ചാൽ G സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയായിരിക്കും. അദ്ദേഹം അത് ചെയ്യാനിടയില്ല എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അപകടകരമായ തീരുമാനമായിരിക്കും. അത് തോറ്റുപോയാൽ, ഈ പോരാട്ടത്തിൽ തോറ്റുപോയാൽ G സുധാകരന്റെ രാഷ്ട്രീയം എവിടെയാണ് അവസാനിക്കുന്നത് നോക്കൂ. ഈ പോരാട്ടത്തിൽ തോറ്റുപോയാൽ അവസാന ഘട്ടത്തിൽ ഒരു സീറ്റിന് വേണ്ടി അത് കിട്ടാതെ പിണങ്ങി ഇറങ്ങിപ്പോയി വലതുപക്ഷ കൂടാരത്തിൽ പോയി അവിടെ തോറ്റ് പാർലമെന്ററി ജനാധിപത്യവും അല്ലെങ്കിൽ പൊതുരാഷ്ട്രീയവും അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യം എന്ന പേരിലാണ് അദ്ദേഹം അവസാനിക്കാൻ പോകുന്നത്. അങ്ങനെയല്ല. ഇതേ പ്രശ്നങ്ങളുണ്ടാവും. യെസ്, അത് ഞാൻ പറഞ്ഞത് G സുധാകരനെ പോലെ ഒരു കോമ്രേഡ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിന്റെ സായാഹ്നത്തിൽ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത തീരുമാനമാണ്. അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നേയില്ല. കാരണം അദ്ദേഹം വളരെ വൈകാരികമായി കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരാളാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഒരാളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നു പാർട്ടി എന്നുള്ളതാണ്. അപ്പോൾ VS അച്യുതാനന്ദൻ എങ്ങനെയാണ് പാർട്ടി അക്കോമഡേറ്റ് ചെയ്തത്? സീതാറാം യെച്ചൂരി ഒരു കുറിപ്പ് എഴുതി പിണറായി വിജയന്റെ കയ്യിൽ കൊടുക്കുന്നു സത്യപ്രതിജ്ഞയുടെ ദിവസം. അത് അദ്ദേഹം വായിച്ചു നോക്കുന്നു. ആ കുറിപ്പ് നമ്മളാണ് ആദ്യമായി പുറത്തുവിട്ടത്. കുറിപ്പ് കൈമാറുന്നു. ആ കുറിപ്പിന്റെ ഇത് VS സീതാറാം യെച്ചൂരി കൊടുക്കുന്നു. സീതാറാം യെച്ചൂരി പിണറായി വിജയന് കൊടുക്കുന്നു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ സംഭവത്തിൽ VS-നെ പോലൊരു ടവറിംഗ് ലീഡറെ എങ്ങനെയാണ് പാർട്ടി പിണറായി വിജയൻ അക്കോമഡേറ്റ് ചെയ്തത്? കാരണം പിണറായി വിജയനെ സംബന്ധിച്ച് VS അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ അക്കോമഡേറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്? അങ്ങനെ അവഗണിക്കപ്പെട്ട് ആരാലും സന്ദർശിക്കപ്പെടാതെ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു VS പാർട്ടിക്ക് പ്രശ്നമാണ്, പിണറായിക്കും പ്രശ്നമാണെന്ന് പിണറായി മനസ്സിലാക്കി. ഇതേ പ്രശ്നമാണ് സുധാകരനുള്ളത്. സുധാകരൻ സംസ്ഥാന കമ്മിറ്റിയിൽ 4 പതിറ്റാണ്ട് നീണ്ട പ്രവർത്തന പാരമ്പര്യമായിട്ട് ആലപ്പുഴയിലേക്ക് ചെല്ലുന്ന ആരുടെ മുമ്പിലേക്കാണ്? സലാമിന്റെ മുമ്പിലേക്കും സജി ചെറിയാന്റെ മുമ്പിലേക്കും. സുധാകരൻ ഇവർ രണ്ടുപേരും ആരാണെന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. ഇപ്പോൾ പിണറായി വിജയന് സജി ചെറിയാൻ വലിയ ആളായിരിക്കും, പക്ഷെ സുധാകരന് സജി ചെറിയാൻ വലിയ ആളല്ല, സലാം വലിയ ആളല്ല. അവരുടെ മുമ്പിലേക്ക് ഒരു ബ്രാഞ്ച് അംഗമായി ഇട്ട് കൊടുക്കുകയാണ് പിണറായി വിജയൻ. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാതെ പ്രായോഗികമായി അദ്ദേഹത്തെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ളത് പാർട്ടി തീരുമാനിക്കണമായിരുന്നു. അത് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണത്. കാരണം ഇനി എന്തുകൊണ്ടാണ് ഇദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ 4 പതിറ്റാണ്ടുണ്ടായിട്ട് സെക്രട്ടേറിയറ്റിൽ വരാഞ്ഞത്? അതുകൂടി ഒരു കാര്യമാണ്. സെക്രട്ടേറിയറ്റിൽ വരാൻ ആവശ്യമില്ലാത്ത ചില ഗുണങ്ങൾ സുധാകരനുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് ആവശ്യമില്ലാത്ത ചില ഗുണങ്ങൾ സുധാകരനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നാളെ ഇദ്ദേഹം പാർട്ടി വിടുകയാണ്, ഞാൻ സ്വന്തമായിട്ട് മത്സരിക്കുകയാണെന്ന് കരുതോ, അത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാർക്കെന്ന് അറിയോ? മുഹമ്മദ് റിയാസിനായിരുന്നു. കാരണം മുഹമ്മദ് റിയാസിന് മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി തൻ്റെ മുൻഗാമിയോട് മത്സരിക്കുക എന്നുള്ളതായിരുന്നു. നാളെ അദ്ദേഹം വിളിച്ചു പറയാൻ പോകുന്നതായിരിക്കും, ഞാൻ തുടങ്ങി വെച്ച പാലവും റോഡുമാണ് ഈ മന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയൊരു പദ്ധതിയില്ല എന്ന് തന്നെ പറയും. അത് പറയാതിരിക്കണമെങ്കിൽ എന്ത് വേണം? കുറഞ്ഞ പക്ഷം അദ്ദേഹത്തെ അലോസരമുണ്ടാക്കാതെ അദ്ദേഹത്തിന് ഇനിയുള്ള റിട്ടയർമെന്റ് കാലം കഴിച്ചുകൂട്ടാൻ പാർട്ടി ബോധപൂർവ്വം തീരുമാനം. ആ പ്രശ്നം ടാക്കിൾ ചെയ്തതിൽ പ്രശ്നമാണെന്ന് ഒരു തർക്കവുമില്ല. കാരണം അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് ഒരു പരിഗണനയുമില്ല എന്ന ഒറ്റ വാക്കും ശരിയും സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതൊന്നും ഒരിക്കലും ഒരു സീനിയർ കോമ്രേഡിനുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഷയായിരുന്നില്ല. അതിലൊക്കെ വൻ പരാജയം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അത് കൈകാര്യം ചെയ്തു, തന്നെയാണ് പ്രശ്നം. കൈകാര്യം ചെയ്യുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി. പക്ഷെ ഞാൻ പറയുന്നത് G സുധാകരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആരും പറഞ്ഞില്ല. അദ്ദേഹത്തിന് പിണറായിയുടെ ഒരു എതിർപ്പില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോർ ഇഷ്യൂ എന്ന് വെച്ചാൽ സുധാകരന്റെ പ്രശ്നം പാർട്ടി സെക്രട്ടറി ചിരിച്ചതാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് കാണാൻ അമ്പലപ്പുഴ മത്സരിക്കണം. ഡീൽ ചെയ്യേണ്ട ഒരു നിർബന്ധവുമില്ല. ഇത് ഡീൽ ചെയ്യേണ്ട രീതി, അതിന്റെ പേരാണ് നേതൃത്വം.
അതിന്റെ പേരാണ് പക്വത. ഇതുണ്ടായില്ല, അതാണ് പ്രശ്നം. ഒരു ചിരി ചിരിക്കുമ്പോൾ ആ ചിരി പക്ഷെ ഞാനിപ്പോഴും വിചാരിക്കില്ല കേട്ടോ, ഒറ്റ ചിരി കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണ് സുധാകരൻ ഞാൻ വിചാരിക്കുന്നില്ല. ശരി.